ഹായ്, ഞാൻ നീതു ജിജിൻ. ഇന്നത്തെ എന്റെ വീഡിയോയിൽ എന്താണ് ഫെഡറേഷൻ, അതേപോലെ തന്നെ ഫെഡറേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫെഡറേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദി സ്റ്റേറ്റ് ആൻഡ് ദി സെൻട്രൽ ഗവൺമെന്റ്, അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള അധികാര വിഭജനമാണ് ഫെഡറേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫെഡറേഷൻ എന്ന വാക്കുണ്ടാവുന്നത് ഫ്യൂഡൽസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം എഗ്രിമെന്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്നാണ്. പ്രധാനമായും രണ്ട് രീതിയിലാണ് ഫെഡറേഷൻ രൂപീകരിക്കുന്നത്. ഒന്നാമത്തേത്, ഒരു രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിന് നൽകിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ നിലനിൽക്കുന്നു. രണ്ടാമത്തേത്, ഒരു രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ വേർതിരിച്ചുകൊണ്ട് അധികാരങ്ങൾ വിഭജിച്ച്, അതായത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരം വിഭജിച്ച് നൽകിക്കൊണ്ട് ഫെഡറേഷൻ രൂപീകരിക്കുന്നു. നമ്മുടെ രാജ്യത്തൊക്കെ അതേപോലെയുള്ള ഫെഡറേഷനാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഫെഡറേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള അധികാര വിഭജനം. അപ്പൊ ആ രാജ്യത്ത് കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റുകൾ, രണ്ട് സെപ്പറേറ്റ് ഗവൺമെന്റുകൾ ഉണ്ടാവും. ഇനി അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞു, ഡുവൽ ഗവൺമെന്റ്. ഇപ്പൊ തന്നെ പറഞ്ഞില്ല, രണ്ട് ഗവൺമെന്റ്, അതായത് കേന്ദ്രവും സംസ്ഥാനവും, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ നിലനിൽക്കും ആ രാജ്യത്ത്. അപ്പൊ ഡുവൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഗവൺമെന്റ് എന്നതാണ് നമ്മുടെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ട്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, അധികാര വിഭജനം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം വിഭജിച്ച് നൽകിക്കൊണ്ടായിരിക്കും ആ രാജ്യത്തെ ഭരണകാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, വളരെ ദൃഢമായിട്ടുള്ള ഒരു ഭരണഘടനയായിരിക്കും ആ രാജ്യത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളൊക്കെ അമെന്റ്മെന്റ് ചെയ്യുമ്പോൾ ചില പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, വളരെ ദൃഢമായിരിക്കും, പെട്ടെന്ന് അമെന്റ്മെന്റ് ചെയ്യാൻ കഴിയില്ല. റിജിഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആ രാജ്യത്ത് ഉണ്ടാവുക. അതേപോലെ തന്നെ ബൈക്കമാറൽ ലെജിസ്ലേച്ചർ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, അവിടെ രണ്ട് നിയമനിർമ്മാണ സഭ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ രാജ്യത്താണെങ്കിൽ ലോക്സഭ അതിന്റെ രാജ്യസഭ, അതാണല്ലോ ഇന്ത്യൻ പാർലമെന്റ്. അതിന്റെ രണ്ട് ബൈക്കമാറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് രാജ്യസഭയും ലോക്സഭയും. അപ്പൊ ആ രണ്ട് മണ്ഡലങ്ങളിലൂടെയാണ് നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത്. പിന്നെ ഉള്ളത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ എന്താണ്, വളരെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എഴുതി ആ രാജ്യത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നുള്ളത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ, അതായത് അവിടുത്തെ നീതിന്യായ വ്യവസ്ഥ തികച്ചും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതിന്റെ മേൽ ആർക്കും തന്നെ എന്തുണ്ടാവില്ല, യാതൊരു തരത്തിലുള്ള അധികാരമോ അല്ലെങ്കിൽ അധികാര മേൽക്കോയ്മയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും അവിടുത്തെ ജുഡീഷ്യറി നിലനിൽക്കുന്നത്. അതിന്റെ മേൽ ആർക്കും തന്നെ അധികാരങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റിന് യാതൊരു അധികാരവും അതിന്റെ മേൽ ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും തലപ്പത്ത് എന്താണ് സുപ്രീം കോടതി, അതിന്റെ താഴെ ഹൈക്കോടതി, അതിന്റെ കീഴിലാണ് മറ്റ് കീഴ്ക്കോടതികൾ നിലനിൽക്കുന്നത്. ഫെഡറൽ രാജ്യമാണെങ്കിൽ അവിടെ എപ്പോഴും എന്താണ്, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ആയിരിക്കും നിലനിൽക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ആ രാജ്യത്തെ മേധാവിത്വം എന്ന് പറയുന്നത്. എല്ലാത്തിന്റെയും അടിസ്ഥാനം ആ രാജ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുക കോൺസ്റ്റിറ്റ്യൂഷന്റെ നിയമങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോ ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മേധാവിത്വം അല്ലെങ്കിൽ സുപ്രീമസി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെഡറൽ ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് മെറിറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ പറയാൻ പറ്റും. ഡുവൽ ഗവൺമെന്റ് പറഞ്ഞ പോലെ തന്നെ ഡുവൽ സിറ്റിസൺഷിപ്പ് ആയിരിക്കും. പിന്നെന്താണ്, ലോക രാജ്യങ്ങൾക്ക് തന്നെ വളരെ മാതൃകയായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. ജനങ്ങളുടെ താല്പര്യങ്ങളൊക്കെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഗവൺമെന്റ് ആയിരിക്കും. അതായത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് വരുമ്പോൾ അവിടെ ഭരണകാര്യങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആക്കാനായിട്ട് കഴിയും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫെഡറൽ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. അപ്പോൾ എന്താണ് ഫെഡറൽ ഗവൺമെന്റ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്.